ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരുപാട് കേട്ട് വരുന്ന ഒരു പ്രക്രിയയാണ് ഐ ടിയിൽ ജോബ് ലേ ഓഫ് അല്ലേ. നമ്മളിപ്പോൾ കാണുന്ന തന്നെ TCSൽ ഒരുപാട് ലേ ഓഫ്സ് നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിൽ ഒരുപാട് ലേ ഓഫ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലേ ഓഫ്സ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ AI ടേക്ക് പാർട്ട് എസ് എ റോൾ. ആ AI റോള് കാരണമാണ് ആൾക്കാർക്ക് ഇത്രയും ജോലി നഷ്ടപ്പെട്ടു പോകുന്നതെന്നാണ്. പക്ഷേ നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല. സീരിയസ്ലി എൻ്റെ ഒരു വ്യൂ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഐ ടിയിൽ ഏറ്റവും കൂടുതൽ ലേ ഓഫ് നടക്കുന്നതെന്ന് പറയുമ്പോൾ പുതിയ ടെക്നോളജി ആയിട്ട് പുതിയ ജനറേഷൻ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ജനറേഷന് കോപ്പപ്പ് ചെയ്ത് വരാനുള്ള ഒരു ഡിഫിക്കൽട്ടി. പണ്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സൊക്കെ വന്നിരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണോ ഫേസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പുതിയ കമ്പ്യൂട്ടർ വരുമ്പോൾ ടൈപ്പ് റൈറ്റിംഗ് മാറി കമ്പ്യൂട്ടേഴ്സിലോട്ട് ആൾക്കാർ മൂവ് ഫോർവേഡ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് ആ കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഐ ടിനകത്തും ഇപ്പം AI വന്നു. നമ്മൾ AI ടെക്നോളജീസുമായിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റീസൺ. നമ്മൾ പുതിയ ടെക്നോളജിയിലോട്ട് നമ്മൾ പഠിക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കമ്പനിക്ക് നമ്മളെ ലേ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി?